യൂറോപ്പ് പോകാനായിട്ട് ഒരു ഡിഗ്രി വേണമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സ്ലോവാക്കിയ അതുപോലെ തന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് ഈ ഒരു ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോണ ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1000 യൂറോ മുതൽ 4000 യൂറോ വരെ സാലറി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4.25 ലക്ഷത്തോളം വരെ സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഫാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി സെറ്റിൽമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ സ്പൗസിനെയും ഒക്കെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ ജോബുകൾ, അതായത് ഇപ്പോൾ ഈ ഒരു സ്ലോവാക്യയ്ക്കും ജർമ്മനിക്കും ഏതൊക്കെ ജോബുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും ഈ ഒരു ജോബിന് നിങ്ങളെ ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ, സോ ഞാനിന്ന് പറയാൻ പോണത് റിയൽ ആയിട്ടുള്ള കുറച്ച് ഏജൻസി റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ കാര്യമാണ്. സോ അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ലോവാക്യയ്ക്ക് വെയർ ഹൗസ് വാക്കൻസികൾ ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്കാനിക്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ധാരാളം വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഇത്രയും അവസരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് RN Connect ആണ്. ഇവരാണ് ഈ ഒരു സ്ലോവാക്യയ്ക്കും ഈ ഒരു ജർമ്മനിക്കുള്ള ഈ ജോബുകൾ ആക്കി കൊടുക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഈ ഷെയർ ചെയ്യാൻ പോണ ഈ ഒരു സ്ലോവാക്യൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ജർമ്മനിക്കുള്ള വാക്കൻസികളിൽ ഇവർ വഴി തന്നെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അവരുടെ പ്രീവിയസ് പോയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ആദ്യം എന്നാലും സ്ലോവാക്യ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ലോവാക്യയ്ക്ക് വെയർ ഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ് സെക്ടറിലേക്കാണ് മാസീവായിട്ടുള്ള ഹയറിംഗ് നടക്കുന്നുണ്ട്. അതായത് ഓപ്പൺ പൊസിഷൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ജനറൽ വെയർഹൗസ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ഫീമെയിൽ പാക്കിംഗ് ആൻഡ് വെയർഹൗസ് സ്റ്റാഫ് വർക്കേഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ജനറൽ വർക്കർ എന്നുള്ളത്, ഈ ഒരു ജനറൽ വെയർഹൗസ് വർക്കർ എന്നുള്ളത് ഓൺലി ഗേൾസിന് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. അത് മെയിൽസിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഈ ഒരു ജോബ്, ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഇതിന് പോകാൻ പറ്റും. ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ പോയ ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് തരും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ലൈസൻസ് ഒക്കെ നേടിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇവർക്ക് അറൗണ്ട് 1000 യൂറോ വരെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1,10,000-12,000 രൂപ വരെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ OT നമുക്ക് പോസിബിൾ ആണ്. ചില കമ്പനീസൊക്കെ ഈ ഒരു അറ്റൻഡൻസ് ബോണസ് വരെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ഏണിങ്സ് നമുക്ക് ഇൻക്രീസ് ആക്കാൻ പറ്റും. എല്ലാ ജോബിനും എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് പറയുന്നില്ല കേട്ടോ. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇനി എന്തായാലും ഇവർക്കുള്ള അക്കോമഡേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ്. അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷെയർഡ് റൂംസ് അല്ലെങ്കിൽ കമ്പനി ഹോസ്റ്റൽ അക്കോമഡേഷൻ ആയിരിക്കും. സ്റ്റേബിൾ ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ലോങ് ടേം വർക്ക് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ലീഗൽ വർക്ക് പെർമിറ്റ് പ്രോസസ്സ്. സോ ഇതൊക്കെ ബെനിഫിറ്റ്സ് ആണ്. വർക്ക് ഷെഡ്യൂൾ വരിക നമുക്ക് 48 ഹവേഴ്സാണ് പെർ വീക്കിൽ വരിക. ഓക്കെ, പെർ വീക്കിൽ 48 ഹവേഴ്സ് വരുന്നുണ്ട്. വീക്കിലി നമുക്ക് 6 ഡേയ്സ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് പോസിബിൾ ആണ്. ഏകദേശം നമുക്കൊരു 3 to 4 months ആണ് കേട്ടോ നമുക്ക് പ്രോസസ്സിംഗ് ടൈം വരിക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ആൻഡ് എംബസി അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതിൽ ഡിഫറൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു യൂറോപ്പിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ന്യൂ അപ്ലിക്കേഷൻ സിസ്റ്റം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഈ പല കാൻഡിഡേറ്റ്സും ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആദ്യം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ ഒരു HR ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ 300 യൂറോ നമ്മൾ ഡെപ്പോസിറ്റിംഗ് പേ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം സീരിയസ് കാൻഡിഡേറ്റ്സിനെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള അപ്ലിക്കൻസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കമ്പനി പ്രോസസ്സിംഗ് ലോസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇവർ പറയുന്ന പോലെ തന്നെ ഒരു 3 to 4 months ഉള്ളിൽ അപ്പോയിൻമെൻറ്റ് ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ ആവും. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽസ് വെയർഹൗസ് വർക്കേഴ്സിൻ്റെ എലിജിബിലിറ്റി അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ ബിലോ 28 ഏജ് ഇങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 28 വയസ്സിന് താഴെയുള്ളവർക്ക്. അതുപോലെ തന്നെ ഇവർക്കൊരു മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. 156 സെൻറ്റിമീറ്റർ വേണം. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ വെയർഹൗസ് വർക്കാണ് ചെയ്യാൻ പോണത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് വർക്ക്, അതുപോലെ തന്നെ ഷിഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ റെഡി ആയിരിക്കണം. ഒരുപാട് നേരം നിൽക്കാനും അങ്ങനെ പോസിബിൾ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും വേണമെന്ന് ഇവർക്ക് പറഞ്ഞിട്ടില്ല.
പിന്നെ അതുപോലെ തന്നെ വെയർ ഹൗസ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും അപ്ലൈ ചെയ്യാൻ അവസരമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ലേഡീസിന് ബിഗിനേഴ്സിനും അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കുള്ള ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുക ഈ ഒരു മൈക്രോസോഫ്റ്റ് ടീം വഴി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ച് വയ്ക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫിഡൻസ് ചെക്ക് ഒക്കെ ഉണ്ടാവും. പ്രീവിയസ് എക്സ്പീരിയൻസ് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും. അതുപോലെ തന്നെ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ഈ ഒരു HR ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് സ്ലോവാക്യയ്ക്കുള്ള ഈ ഒരു ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ജനറൽ വെയർഹൗസ് വർക്കേഴ്സ്, ഫീമെയിൽ പാക്കിംഗ് ആൻഡ് വെയർഹൗസ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള ജോബുകളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ആഫ്റ്റർ ഇൻ്റർവ്യൂവിന് ശേഷം നമുക്കൊരു VPM കിട്ടും. അതായത് VPM മീൻസ് നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റിന് പകരം സ്ലോവാക്യയിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു VPM കിട്ടിയ ശേഷം പിന്നെ നമുക്ക് VFS ഉണ്ടാവും. അതിനുശേഷം നമുക്ക് വിസ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ഇതാണ് സ്ലോവാക്യയ്ക്കുള്ള വേക്കൻസികൾ. ഇനി നമുക്ക് എന്തായാലും ജർമ്മനിക്കുള്ളത് നോക്കി നോക്കാം. ഇപ്പോൾ ജർമ്മനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതായത് ജർമ്മനി ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണം ധാരാളം ഇൻ്റർനാഷണൽ ഹയറിങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ വേക്കൻസീസ് എന്ന് പറയുന്നത് ഹെവി ട്രക്ക് ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ HMV മെക്കാനിക്സ്, LMV മെക്കാനിക്സ്. ഓക്കെ, എലിജിബിലിറ്റി എന്ന് പറയുന്നത് 40 വയസ്സ്, അതായത് ബിലോ 40 വയസ്സ്, മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടൊരു ഡിപ്ലോമ, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, ഈ ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജർമ്മൻ A2 ആൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇൻ്റർവ്യൂസ് പോസിബിൾ ആണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ സെലക്ഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ജർമ്മൻ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂണും ജൂലൈയിലാണ് ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് എംപ്ലോയർ ഇൻ്റർവ്യൂസ് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് ബസ് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസികളാണ്. അതായത് ജർമ്മനിക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ ഒരു ജർമ്മനി ബസ് ഡ്രൈവേഴ്സ് റിക്രൂട്ട്മെൻറ്റ്, ഇവർക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം ഒരു 12th പാസ് ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു +2 ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് അപ് ടു 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഹെവി ഡ്യൂട്ടി ലൈസൻസ് നിങ്ങളൊരു 2 അല്ലെങ്കിൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 years നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, മിനിമം ആണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി നോളേജ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ് ആണ്. ഓക്കെ, ഇനി ഇവർക്ക് കൊടുക്കുന്ന സാലറി ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. അതായത് പെർ ഹവറിൽ 17 to 20 യൂറോ വരെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നല്ലൊരു സാലറിയാണ്. അതായത് നമുക്കൊരു മന്ത്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് നമുക്കൊരു 3000 യൂറോ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ അലവൻസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് OT നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓവർ ടൈം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ടാക്സോ അതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 2750 to ഒരു 3000-നുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു സാലറിനെ നമുക്ക് കിട്ടും. ഇനി വർക്കിംഗ് ഹവേഴ്സിൻ്റെ കാര്യം നമുക്ക് നോക്കി നോക്കാം. നമുക്ക് മിനിമം ഒരു മന്ത്ലി നമുക്കൊരു 170 ഹവേഴ്സിലാണ് നമുക്ക് വർക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഹവേഴ്സ് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു 198 ഹവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി ഓഫ് ഒക്കെ ഉണ്ടായിരിക്കും. ഷിഫ്റ്റ് റൊട്ടേഷൻ ഒക്കെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, ഈ ഒരു എംപ്ലോയർ ഈ ഒരു അക്കോമഡേഷൻ കൊടുക്കുന്നതായിരിക്കും. സോ സാലറിയിൽ നിന്ന് ഒരു 250 യൂറോ അതിനായിട്ട് ഇവർ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ്ലി നമുക്ക് ഷെയർഡ് റൂം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെ നോക്കി നോക്കാം. നമുക്ക് യൂണിഫോം ഒക്കെ നമുക്ക് പ്രൊവൈഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള ആനുവൽ ലീവ് കിട്ടും. അതായത് ആനുവൽ ലീവ് ആയിട്ട് ഇവർ 26 days ആണ് പറയുന്നത്. സ്റ്റേബിൾ ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ആൻഡ് ലീഗൽ എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ ഫാമിലി ബെനിഫിറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. നമ്മളുടെ ഈ ഒരു ഫാമിലിക്ക് 6 months കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് സ്പൗസ് വിസയ്ക്ക് ജർമ്മൻ A1 ഉണ്ടാവണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് ഒക്കെ ഫ്യൂച്ചറിൽ പോസിബിൾ ആണ്. ഈ ഒരു വിസ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 1 year വിസ ആയിരിക്കും കിട്ടുക. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് 2 years വിസ കിട്ടും. തേർഡ് ഇയർ ആകുമ്പോൾ 3 years വിസ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് PR വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, സോ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ റിക്വയർഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവർക്കാണെന്നുണ്ടെങ്കിൽ 12th മാർക്ക് ഷീറ്റ് വേണ്ടി വരും, പാസ്പോർട്ട് കോപ്പി വേണ്ടി വരും, ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി വേണ്ടി വരും,
വർക്ക് എക്സ്പീരിയൻസ് പ്രൂഫ് വേണ്ടി വരും, യൂറോപാസിൻ്റെ CV വേണം. ഓക്കെ, നമ്മളുടെ ചാനലിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയല്ല, നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു തരും, അതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ഇവർ ചെയ്തു തരും. സോ ഈ ഒരു യൂറോപാസിൻ്റെ CV വേണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. സോ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെയും അതുപോലെ തന്നെ വെയർഹൗസ്, മെക്കാനിക്സ്, ലോജിസ്റ്റിക്സ് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും സ്ലോവാക്യയിലും ജർമ്മനി പോലുള്ള നല്ല നല്ല രാജ്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് RN കണക്റ്റ് ആണ്. ഞാൻ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇവരോട് സംസാരിക്കുക, അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള പോയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഇവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ്, നല്ലൊരു യൂസ്ഫുൾ ആവുന്ന കാര്യം തന്നെയാണ്. ബിക്കോസ് ആൾറെഡി ഇങ്ങനെ വിസ കിട്ടിയിട്ടുണ്ട്, 100% ഓക്കെ ആവും. ഇനി എന്തെങ്കിലും റിജക്ഷൻസ് ഇൻ കേസ് വരികയാണെങ്കിലും നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.